മുൻ മേയറാണ്, തിരുവനന്തപുരത്തിന്റെ മേയറാണ് ശ്രീ വി കെ പ്രശാന്ത്. അവിടെ BJPയുടെ മേയർ വരാൻ പോവുകയാണ്. 50 സീറ്റ് നേടിക്കൊണ്ടാണ് NDA അവിടെ കോർപ്പറേഷൻ ഭരണം പിടിച്ചിരിക്കുന്നത്. LDF 29 സീറ്റിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. ഇതിൽ BJP ഭരണം അവിടെ കോർപ്പറേഷനിൽ വരാൻ പോകുന്നതിന്റെ ഉത്തരവാദിത്വം, അതിനുള്ള മറുപടി LDF തന്നെ പറയേണ്ടി വരും. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വന്നിട്ടുള്ള പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങളത് പരിശോധിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ ജനങ്ങളെ പരമാവധി സഹായിക്കുന്ന നിലപാടാണ് LDF എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ LDF നടപ്പാക്കുന്നത് അതിൻ്റെ നയസംയമനത്തിൻ്റെ ഭാഗമായിട്ടാണ്. UDF വരുന്ന കാലഘട്ടത്തിലൊക്കെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാതിരിക്കുകയോ കുടിശ്ശിക വരുത്തുകയോ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ നിന്നാണ് ഈ നിലയിലേക്കുള്ളൊരു വർധനവടക്കം നടപ്പാക്കിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അത് LDFൻ്റെ ഒരു പ്രതിബദ്ധതയാർന്ന നിലപാടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മണിയാശനെ പോലുള്ളവരോട് നന്ദികേടാണോ ജനം കാണിച്ചത് എന്ന് ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് അദ്ദേഹം അത്തരത്തിലുള്ളൊരു മറുപടി പറഞ്ഞത്. അപ്പോൾ അതിനെ ആ നിലയിൽ വ്യാഖ്യാനിച്ച് LDFനെതിരായിട്ട് പ്രചരിക്കുന്നവർ ഓർമ്മിക്കണം. ഇപ്പോൾ KC വേണുഗോപാൽ ഉൾപ്പെടെ നിലമ്പൂരിൽ പോയി കൈക്കൂലി കൊടുക്കുന്നുവെന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും LDF പരാജയം അംഗീകരിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ പോരായ്മകൾ പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുന്ന സമയത്ത് നടത്തും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി അതിൻ്റെ കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പോവേണ്ടതായിട്ടുണ്ട്. എങ്കിലും റിസൾട്ട് പ്രഥമ ദൃഷ്ടിയെ പരിശോധിക്കാൻ മനസ്സിലാകുന്നത് എന്താ? ഇവിടെ BJPയും കോൺഗ്രസും തമ്മിൽ പല വാർഡുകളിലും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ള 10ഓളം വാർഡുകൾ റിസൾട്ട് പരിശോധിക്കുമ്പോൾ 59 വോട്ടിന്, 32 വോട്ടിന്, 140 വോട്ടിന് ഇങ്ങനെയാണ് LDF പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു. LDF അതിന് മുന്നോട്ട് പോകുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ സിദ്ധാന്തം എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുക? നിങ്ങളുടെ സീറ്റ് കുറഞ്ഞ് കഴിഞ്ഞ തവണ BJPക്കുണ്ടായ സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറി നിങ്ങൾക്കുണ്ടായിരുന്ന സീറ്റിലേക്ക് BJP എത്തുന്നു. 9 സീറ്റ് അധികം കൂട്ടി കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുന്നു. അവിടെ എങ്ങനെയാണ് ഈ കോൺഗ്രസ് BJP അവിശുദ്ധ ബാന്ധവത്തിന്റെ സിദ്ധാന്തം നിലനിൽക്കുക? ഉത്തരം പറയേണ്ടത് സ്വാഭാവികമായി നിങ്ങളല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ മുട്ടടയിൽ ഇപ്പോൾ BJPയുടെ ഘടകകക്ഷിയായിട്ടുള്ള BDJS ആണ് മുട്ടടയിലെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി. അവിടെ അവരുടെ വോട്ട് കുത്തനെ ഇടിയുകയാണ്. അവിടെയാണ് ഞങ്ങൾ ഏതാണ്ട് നിസാര വോട്ടിന് പരാജയപ്പെടുന്ന ഒരു സ്ഥിതി വരിക. അവരുടെ BJPയുടെ വോട്ട് നേരത്തെ വലിയ സംഖ്യ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നും ഏതാണ്ട് പകുതിയിലേക്ക് താഴ്ന്ന ഒരു സ്ഥിതി ഉണ്ടായി. പല ബൂത്തുകളിലും BJPക്ക് പ്രതീക്ഷിച്ച വോട്ടുകളുടെ പകുതി പോലും പോൾ ചെയ്യപ്പെടാത്ത